those cookies, but I come to fucked on my own teenage life. The place is so delicious. I used to cry over now, but now I'm not gonna fit out. It's gonna show me where I go, just like a new flurry sounds and sounds and smiles. Oh, we're coming home. ഹലോ ചങ്ങായിമാരെ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു ട്രാവൽ വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഭയങ്കര എക്സൈറ്റും ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഭയങ്കര എന്നാൽ ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ട്. സംഭവം ഞാനിപ്പോൾ ഉള്ളത് തായ്ലാൻഡിലെ ബാങ്കോക്കിലെ സുവർണഭൂമി എയർപോർട്ടിലാണ്. ഇവിടെ നിന്ന് നേരെ പോകുന്നത് 330 ഐലൻഡുകൾ ചേർന്ന അതിമനോഹരമായ ഫിജി ഐലൻഡിലേക്കാണ് കേട്ടോ. ഫിജി ഐലൻഡിലേക്ക് നമ്മൾ 3 പേരും കൂടെ ഉള്ളൊരു ട്രാവലാണ്. അപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ബോർഡിംഗ് പാസ് എല്ലാ കാര്യങ്ങളും കിട്ടി. അപ്പോൾ ഇവിടുന്ന് നേരെ ഹോങ്കോങ്ങിലേക്കാണ്. ബാങ്കോക്കിൽ നിന്ന് ഹോങ്കോങ്, അത് 3 മണിക്കൂർ യാത്ര. അവിടെ നിന്ന് 10 മണിക്കൂർ ഫിജിയിലേക്ക്, മൊത്തം 13 മണിക്കൂർ യാത്ര. പിന്നെ ചെക്കിനും കാര്യങ്ങളും എല്ലാം കൂടെ ഒരു 10-20 മണിക്കൂർ വരും. അപ്പോൾ ഇന്നലെ തൊട്ട് രാത്രി ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റേതായ ക്ഷീണമുണ്ട്. ഇനി ഫ്ലൈറ്റിൽ കയറിയിട്ടാണ് എന്തെങ്കിലും കഴിക്കാൻ. അപ്പോൾ ഇനി ഫിജിയിലേക്കുള്ള യാത്രയിൽ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അപ്പം വരും കാഴ്ചകൾ നമുക്ക് പോയി കാണാം. ഓക്കെ, അങ്ങനെ നമ്മൾ ബോർഡിംഗ് പാസ്സൊക്കെ കഴിഞ്ഞ് 26-ാമതാണ് നമ്മളെ ഗേറ്റ്. അപ്പോൾ 26-ാമത് ഗേറ്റിലോട്ട് നടക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഒരുപാട് നടക്കണം. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 2 ചങ്ങായിമാർ എന്നെ കളഞ്ഞിട്ട് ഓടിക്കളഞ്ഞു. കാരണം ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് വരണതുകൊണ്ട് അവന്മാർ എൻ്റെ കൂടെ നിൽക്കാതെ അവന്മാർ ഓടിക്കളഞ്ഞു. അപ്പോൾ ഞാൻ അവന്മാർ പുറകെ അങ്ങ് ഓടുവാണ്. എന്തായാലും 26-ാമത്തെ ഗേറ്റ് കുറച്ച് മുന്നോട്ട് നടക്കണം. അപ്പോൾ കാഴ്ചകളൊക്കെ കണ്ട് വീഡിയോ ഒക്കെ എടുത്ത് പയ്യെ അങ്ങ് നടക്കാമെന്ന് വിചാരിച്ച് നടന്നു പോയപ്പോൾ കണ്ടതാണ് നമ്മുടെ അതിമനോഹരമായ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ്. നല്ല ഡിസൈനിൽ നല്ല ആർട്ട് വർക്കിലൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് കാണാൻ നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട്. തായ്ലാൻഡിലെ ഡ്യൂട്ടി ഫ്രീ. അങ്ങനെ ഈ പിള്ളേർ ഇത് എങ്ങോട്ട് ഓടണം, എവിടെ പോകണം പിള്ളേർ ഭയങ്കര ഓട്ടമാണ്. എന്തായാലും കുറേ നേരം വെയിറ്റ് ചെയ്ത് നമ്മുടെ ഫ്ലൈറ്റ് വന്ന് കയറാനുള്ള സമയമായി. അങ്ങനെ ഞങ്ങളിതാ കത്തായി പസഫിക്കിൻ്റെ ഫ്ലൈറ്റിലോട്ട് കയറാനുള്ള പരിപാടിയാണ് കേട്ടോ. അതാ ഒരു ചേച്ചി അവിടെ നിന്നിട്ട് നമ്മുടെ ബോർഡിംഗ് പാസ് കാണിച്ചിട്ട് ടിക്കറ്റിൻ്റെ സീറ്റ് നമ്പറൊക്കെ പറഞ്ഞു തരുന്നു. സീറ്റ് നമ്പർ എങ്ങോട്ടാണെന്നൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ എനിക്ക് 36 ഏറ്റവും ബേക്കിലായിരുന്നു. അങ്ങനെ ഏറ്റവും ബേക്കിലായിട്ട് നടക്കുകയാണ്. നല്ല വിശാലമായ ഫ്ലൈറ്റാണ് കേട്ടോ. ഒരു 10-300 പേർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഞാൻ ഇത്രയും വലിയ ഫ്ലൈറ്റിൽ ആദ്യമായിട്ടാണ് യാത്ര ചെയ്യുന്നത്. ഈ 2 സൈഡിൽ 3 സീറ്റ് വീതമുള്ളതിൽ മാത്രമേ യാത്ര ചെയ്തിട്ടുള്ളൂ. ഇത് കണ്ടപ്പോൾ ഒരു രസം തോന്നി. നല്ല രസമുണ്ട്. വലിയ ഫ്ലൈറ്റാണ്. അങ്ങനെ ഫ്ലൈറ്റിൽ നേരെ ഒരുപാട് പേർ പുറകിലോട്ട് പോകണമായിരുന്നു. പുറകിലോട്ട് പോയി സീറ്റ് നമ്പറൊക്കെ കണ്ടുപിടിച്ച് സീറ്റിലൊക്കെ ഇരുന്ന് ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യണം കേട്ടോ. തമിഴ്നാട്ടിലുള്ള ചേട്ടനാണ്, പ്രഭ എന്നാണ് പേര്. പുള്ളിയാണ് അവിടെ നിന്ന് കൈയെടുത്ത് കാണിക്കണം. അപ്പോൾ പുള്ളിയുണ്ട്. അങ്ങനെ നല്ല തണുപ്പായതുകൊണ്ട് പുതയ്ക്കാൻ ഒരു ഷീറ്റ് തന്നു കേട്ടോ. ഈ ഫ്ലൈറ്റിൽ നിന്ന് ഒരു ഷീറ്റ് തന്നു. ആ ഷീറ്റ് കിട്ടിയുടനെ സജേഷ് അതെടുത്ത് പുതച്ചിട്ട്, ചേട്ടാ ഇനി എന്നെ വിളിക്കല്ലേ, ഞാൻ കണ്ണൊക്കെ ഉരുട്ടി കാണിച്ചിട്ട് പറഞ്ഞു എന്നെ വിളിക്കല്ലേ, ഞാൻ നല്ലൊരു ഉറങ്ങാൻ പോവുകയാണ്, എന്നെ ഇനി വിളിക്കില്ലെന്നൊക്കെ പറഞ്ഞു. ഫ്രണ്ടിലൊരു സ്ക്രീൻ ഉണ്ടായിരുന്നു. സ്ക്രീനിൽ ചുമ്മാ ഒക്കെ കുറേയൊക്കെ കുത്തിയൊക്കെ നോക്കി. അതിൽ കുറേ എൻ്റർടൈൻമെൻറ്റും ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നതാണ് കേട്ടോ ചെസ് മാസ്റ്റർ ഇക്രു ഫ്രം എറണാകുളം ഇൻ കേരള. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ചെസ് മാസ്റ്ററാണ് ഇക്രുമോൻ എന്ന് പറയും. കുറേ നേരം കഴിഞ്ഞപ്പോൾ ചേട്ടൻ ഫുഡും ഡ്രിങ്ക്സും കാര്യങ്ങളും കോഫിയൊക്കെ ആയിട്ട് ഒരു ചേട്ടൻ, സുന്ദരനായ ഒരു ചേട്ടനും പിന്നെ ഒരു ചേച്ചിയുണ്ട്. ചേട്ടനും ചേച്ചിയും കൂടെ വന്ന് ഫുഡ് വേണവർക്ക് ഫുഡ്, ഡ്രിങ്ക്സ്, പലതരത്തിലുള്ള ഡ്രിങ്ക്സ് കാര്യങ്ങളെല്ലാം കൊണ്ട് വന്നു. അങ്ങനെ ഞങ്ങൾക്ക് നല്ലൊരു ഫുഡ് കിട്ടി. ഈ കാണുന്നതാണ് ഞങ്ങളുടെ ഫുഡ്. അങ്ങനെ തുറന്നപ്പോൾ ചിക്കൻ നൂഡിൽസ്, കുറച്ച് കട്ട് ഫ്രൂട്ട്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള യോഗട്ട്, അതുപോലെ സ്പ്രൈറ്റ്, പിന്നെ കുറച്ച് കോമൺ ആയിട്ട് എല്ലാ ഫ്ലൈറ്റിലുള്ള ബന്ന്. പിന്നെ ഇത് വെജിറ്റബിളാണ്. ഇത് വെജിറ്റബിൾ ഫുഡാണ്. ഇത് വെജിറ്റേറിയൻ കഴിക്കുന്നവർക്കുള്ള ഫുഡാണത്. ഈ പോർക്ക് വെച്ച് കഴിച്ച് ശീലമില്ലാത്തതുകൊണ്ട് വേണ്ടാരടങ്ങാൻ കഴിക്കാൻ കുറേ കഷ്ടപ്പെട്ടു. എന്നാലും ഞാൻ വിട്ടുകൊടുത്തില്ല, നന്നായിട്ട് കഷ്ടപ്പെട്ട് കഴിച്ച്. പിന്നെ ഈ ഫോർക്ക് വെച്ച് കട്ട് ഫ്രൂട്ട് കഴിക്കാൻ കുറച്ച് എളുപ്പമായിരുന്നു. കാരണം അത് കുത്തിയെടുത്ത് കഴിച്ചാൽ മതിയായിരുന്നു. ചുറ്റുപാട് ആളുള്ളതുകൊണ്ട് ഈ കൈ കൊണ്ട് വാരി കഴിക്കാൻ ഒരു ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ടൊക്കെ അത് കഴിച്ച് ഫിനിഷ് ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ ഫ്ലൈറ്റ് ഒരു ഉറക്കമൊക്കെ ഇറങ്ങി തീർത്തപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പോകണം ഹോങ്കോങ് എയർപോർട്ട്. ഹോങ്കോങ് എയർപോർട്ടിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ. ഏറ്റവും കൂടുതൽ തിരക്കേറിയ കാർഗോ ഗേറ്റ് വേയും അതുപോലെ തിരക്കേറിയ പാസഞ്ചറുള്ള വേൾഡിൽ തന്നെ ഏറ്റവും നല്ല ഒരു എയർപോർട്ടിലൊന്നാണ് ഹോങ്കോങ് എയർപോർട്ട്. അപ്പോൾ ഈ ഹോങ്കോങ് എയർപോർട്ടിലേക്ക് അതിമനോഹരമായി നല്ലൊരു ലാൻഡിങ് ഒക്കെ കഴിഞ്ഞ് ഫ്ലൈറ്റ് പയ്യെ മുന്നോട്ട് പോവുകയാണ്. ഒരു 2 മിനിറ്റ് കൂടുമ്പോഴത്തേക്ക് തന്നെ ഓരോ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. 2 മിനിറ്റ് കൂടുമ്പോൾ തന്നെ ഈ ഹോങ്കോങ് എയർപോർട്ടിൽ ഓരോ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നുണ്ട്. അത്രയ്ക്ക് തിരക്കേറിയ എയർപോർട്ടാണ് ചൈനയിലെ ഹോങ്കോങ് എയർപോർട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ലാൻഡ് ചെയ്ത് സേഫ് ലാൻഡിങ് ഒക്കെ കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങി.
ചങ്ങായിമാരെ, അപ്പോൾ നമ്മൾ ഇവിടെ ചൈനയിലെ ഹോങ്കോങ്ങിൽ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ചൊരു 4-5 മണിക്കൂർ വെയിറ്റിംഗ് ഉണ്ട്. അപ്പോൾ കണ്ടൊരു നല്ലൊരു നടന്നു വരുന്ന വഴിക്ക് കണ്ടൊരു മനോഹരമായ കാഴ്ചയുണ്ട് കേട്ടോ. നല്ല മനോഹരമായിരുന്ന സോങ്ങും ഡാൻസും ആയിരുന്നു കേട്ടോ. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കാണാനായിട്ട്. അതൊക്കെ കണ്ട് നല്ല രസിച്ച് കുറേ നേരമൊക്കെ അവിടെ നിന്നിട്ട് അത് കഴിഞ്ഞ് നമ്മുടെ ഗേറ്റിൻ്റെ അടുത്തോട്ട് നടക്കാനുള്ള പരിപാടിയാണ്. കാരണം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 2 ചങ്ങായിമാരും ഗേറ്റിൻ്റെ അടുത്ത് പോയിരിക്കുകയാണ്. അപ്പോൾ ഗേറ്റിൻ്റെ അടുത്തോട്ട് ഞാനും കൂടെ പോയി നിന്നില്ല എന്നുണ്ടെങ്കിൽ അവന്മാർ കയറി പൊക്കളയും. അങ്ങനെ ഗേറ്റിൻ്റെ അടുത്തോട്ട് മുന്നോട്ട് പോയപ്പോൾ ഞാൻ കണ്ടൊരു കാഴ്ച ഉണ്ട്. പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ കരുതി ഫ്രൂട്ട്സ് ആണെന്ന് കരുതി. ഒറിജിനൽ ഫ്രൂട്ട്സാണ്. അങ്ങനെ നേരെ ചെന്ന് നോക്കിയപ്പോഴാണ് കാണുന്നത് നല്ല മനോഹരമായ ഫ്രൂട്ട്സിൻ്റെ ഷേപ്പിലുള്ള നല്ല പാവകൾ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പാവമാണ് എല്ലാ ഫ്രൂട്ട്സിൻ്റെയും ഷേപ്പിലുള്ള നല്ല ഭംഗിയുള്ള കളർഫുൾ പാവകൾ. അങ്ങനെ അതൊക്കെ കണ്ട് ആ മനോഹര കാഴ്ചയൊക്കെ കണ്ട് ഒരു വീഡിയോ ഒക്കെ എടുത്ത് കുറേ നേരം അവിടെ നിന്നിട്ട് നേരെ പോയി റെസ്റ്റ് എടുത്ത് കുറേ നേരം അവിടെ ഗേറ്റിൻ്റെ അടുത്ത് പോയിരുന്നു റെസ്റ്റ് എടുത്ത്. അപ്പോൾ ഇതാ ഗ്ലാസ്സിൽ കൂടി കണ്ട ഒരു നല്ല മനോഹര കാഴ്ചയാണ്. ഇതാ ഒരു നല്ലൊരു ഫ്ലൈറ്റ്, ഡബിൾ ഡെക്കർ ഫ്ലൈറ്റ് ഇതാ വരുന്നുണ്ട്. ലാൻഡ് ചെയ്ത് പാസഞ്ചറിനെ പുറത്തേക്ക് ഇറക്കാനുള്ള ശ്രമത്തിൽ ഇതാ മുന്നോട്ട് വരുന്നുണ്ട്. ഇത് സിംഗപ്പൂർ എയർലൈൻസിൻ്റെ ഡബിൾ ഡെക്കർ ഫ്ലൈറ്റാണ് കേട്ടോ. ഏകദേശം 500ഓളം യാത്രക്കാർ സഞ്ചരിക്കുന്ന ഡബിൾ ഡെക്കർ ഫ്ലൈറ്റ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഇത് വരുന്നത് കാണാനും. അതുപോലെ അതിൽ നിന്ന് രണ്ട് നിലയിൽ നിന്നായിട്ട് പാസഞ്ചറിനെ ഇറക്കുന്നതിന് വേണ്ടിയുള്ള സെറ്റപ്പാണ്. റാമ്പും കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. ആ ഒരു സെറ്റപ്പൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല സമയം പോയത് അറിഞ്ഞില്ല. അത് നല്ല ഭംഗിയായിരുന്നു ഇത് കണ്ടുകൊണ്ടിരിക്കാൻ. അങ്ങനെ കുറേ നേരം ആ കാഴ്ചയൊക്കെ കണ്ട് അവിടെ നമ്മുടെ ഫിജി എയർവേസിൻ്റെ ഫ്ലൈറ്റിൻ്റെ ആ ഒരു ഗേറ്റ് ഓപ്പണിങ്ങിന് വേണ്ടി കുറേ നേരം ഈ കാഴ്ചയൊക്കെ കണ്ടിരുന്നു. അപ്പോൾ ഇതാ കണ്ട് നമ്മുടെ ഫിജി എയർവേസിൻ്റെ ഫ്ലൈറ്റ് ഇത് കിടക്കുന്നു. നമുക്ക് കയറാനുള്ള റാമ്പ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട്. ഏകദേശം കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ കയറാനുള്ള കാര്യത്തിൽ തീരുമാനമായി. അങ്ങനെ കുറേ നേരം കൂടെ അങ്ങനെ വെയിറ്റ് ചെയ്തു. ഫിജി എയർവേസിലേക്ക് ഒരു എൻട്രി കിട്ടി. ഫിജി എയർവേസിലേക്ക് കയറി. നമ്മുടെ കത്തായി ഫസലിക്ക് പോലെ തന്നെ നല്ല വിശാലമായ ഫ്ലൈറ്റ് തന്നെയായിരുന്നു ഫിജി എയർവേസ്. ഈ ഫ്ലൈറ്റിലാണ് കേട്ടോ 10 മണിക്കൂർ യാത്ര ചെയ്യാനുള്ള. അപ്പോൾ അങ്ങനെ സീറ്റ് നമ്പറൊക്കെ തേടി മുന്നോട്ട് പോയി. സീറ്റ് നമ്പറൊക്കെ നമുക്ക് ഇതിലും ഏകദേശം പുറകിലോട്ടായിരുന്നു സീറ്റ്. അങ്ങനെ സീറ്റ് നമ്പർ കിട്ടി. സീറ്റ് നമ്പറിലിരുന്ന് അവിടെ ഇതിനകത്ത് ഒരു ചെറിയൊരു ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് തുറന്നപ്പോഴത്തേക്ക് അവരുടെ പരസ്യമാണ് ഉണ്ട്. അവരുടെ നാട്ടിലെ ടൂറിസ്റ്റുകളെ ആകർഷിക്കാനുള്ള പരസ്യമാണ് കണ്ടത്. എന്തൊക്കെയോ കുറേ പരസ്യങ്ങൾ അവരുടെ രാജ്യത്തുള്ള ഐലൻഡ്, അതുപോലെ റിസോർട്ട്, അവരുടെയൊക്കെ പരസ്യങ്ങളാണ് അത് തുറന്നപ്പോൾ കണ്ടത്. അങ്ങനെ അത് കുറേ നേരം ആ കാഴ്ചയൊക്കെ കണ്ടിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളുടെ ലഞ്ച് വന്നു. കഴിക്കാനുള്ള ലഞ്ച് വന്നു. എന്താണെന്ന് അറിയില്ല, ഒരു എല്ലാ ചിക്കൻ റൈസ്, പുഡിങ്, പിന്നെ നമ്മുടെ കോമൺ ബണ്ണ്, പിന്നെ കുറച്ച് വെജിറ്റബിൾ സീഡ്സ്, കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കൂടെ കഴിച്ച് ഒരു ചിൽഡ് ബിയർ അടിച്ചിട്ട് നല്ലൊരു ചിൽഡ് ബിയറൊക്കെ കഴിച്ചിട്ട് നല്ലൊരു ഉറക്കമുറങ്ങി. നല്ല ക്ഷീണമുള്ളതുകൊണ്ട് നല്ല ചിൽഡ് ബിയറൊക്കെ അടിച്ചിട്ട് ഫിജി ഗോൾഡിൻ്റെ ചിൽഡ് ബിയറൊക്കെ അടിച്ച് ഉറക്കമുറങ്ങി നേരെ നമ്മൾ ഫിജിയിലേക്ക് ലാൻഡ് ചെയ്തു. ഈ ഫ്ലൈറ്റിലാണ് നമ്മൾ വന്നത് കേട്ടോ. ഫിജി എയർവേസിൻ്റെ ഈ കാണുന്ന ഫ്ലൈറ്റിലാണ്. ചങ്ങായിമാരെ, അപ്പോൾ നമ്മളിപ്പോൾ കേട്ടത് ഇവിടെ ടൂറിസ്റ്റുകളെ വെൽക്കം ചെയ്യാനുള്ള ഒരു സോങ്ങാണ്. ഇവിടെ എയർപോർട്ടിൽ ഉള്ള ഒരു സോങ്ങാണ്. അവർ തന്നെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ എന്തായാലും
6.5 മണിക്കൂർ മുന്നേ ഉണരുന്ന നമ്മുടെ മനോഹരമായ ഐലൻഡ് ഫിജിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നേരെ പുറത്തിറങ്ങുക, ഹോട്ടലിലോട്ട് പോവുക, ഫ്രഷപ്പ് ആവുക, എന്നിട്ട് വേണം പുറത്തോട്ടൊക്കെ ഒന്ന് കറങ്ങാൻ പോയി. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.